നമസ്കാരം, ഗ്ലോബൽ മെല്ലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അബീസാണ്. അബീസ് UK എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുള്ള പ്രമുഖനായ ഒരു യൂട്യൂബറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പം കുറച്ച് കാര്യങ്ങൾ ഒരു ചെറിയ പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം ഒരു ചെറിയ പോഡ്കാസ്റ്റ് രീതിയാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് 2-3 പ്രാവശ്യം പല വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് UK വരുന്നത് വർത്താണോ, അല്ലെങ്കിൽ UK വരുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള അനുഭവങ്ങൾ. ബ്രോ വന്നിട്ട് ഇപ്പോൾ എത്ര 2 വർഷം കഴിഞ്ഞില്ലേ? 3 വർഷമാകുന്നു. ഞാൻ വന്നിട്ട് 4 വർഷമാകുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ UK എന്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് വരണ്ട, അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യം, പുതിയ സാഹചര്യമൊക്കെ അറിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബീസിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വളരെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യം എൻ്റെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇതുപോലത്തെ അടിപൊളിയായിട്ട് വീഡിയോസ് ഒന്നും മിസ്സായിരിക്കാം. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു തന്നെ തുടങ്ങാം. ബുദ്ധിമുട്ടില്ലല്ലോ? കംഫർട്ടബിൾ അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നു, അതിൻ്റെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ലെങ്തി വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ, ആ ഒരു രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അഭിയതന് ആദ്യമായിട്ട് നമ്മളെ ഗസ്റ്റായിട്ട് നമുക്ക് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ UK വരുന്നത് വർത്താണോ എന്നുള്ള ചോദ്യം, അതാണ് ഇപ്പോഴത്തെ പല ആളുകളും UK വരുന്ന ആളുകളും UK വന്ന ആളുകളും പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷൻ പറയുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിയമമാറ്റങ്ങളുണ്ടായി. അതായത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്റ്റുഡൻസിന് ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കോഴ്സ് കഴിയാതെ വിസ സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ 38,700 എന്ന് പറഞ്ഞ സാലറി ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അങ്ങനെ അടിപൊളി മാറ്റങ്ങൾ നമ്മളൊരു 3 വർഷം മുമ്പ് ബബി വന്ന സമയത്തും ഞങ്ങൾ വന്ന സമയത്തും ഉണ്ടായിരുന്നതിനേക്കാളും അടിപൊളി മാറ്റങ്ങളാണ് ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UK വരുന്നത് വർത്താണ്, അല്ലെങ്കിൽ UK പുതിയതായിട്ട് വരാനിരിക്കുന്ന വിദ്യാർത്ഥികൾ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇത് എന്തുകൊണ്ട് ഞങ്ങൾ വരണം എന്നുള്ളത്. അപ്പോൾ അബിയുടെ ഒരു ടേക്ക് എന്താണ് അതിനകത്തുള്ളത്? ശരിക്കും എന്നോട് ഇപ്പോൾ പലപ്പോഴായിട്ട് സ്റ്റുഡൻസ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ബ്രോ, ഞങ്ങൾ ഇനി UK വന്ന കറക്റ്റ് ഡിസിഷൻ. ഞാൻ അവരോട് പറയണ ഒരൊറ്റ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്താണ് തോന്നണത്, അതായത് ഞാൻ മൊത്തം അവർക്ക് തന്നെ വിട്ടുകൊടുക്കും. അതായത് നിങ്ങളുടെ എയിം എന്താണ്, നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ UK എന്നും ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് എഡ്യൂക്കേഷൻ ബേസ്. അതല്ല ഇവിടെ വന്നു നിങ്ങൾക്ക് വിസ സ്വിച്ച് ചെയ്യണം, അല്ലെങ്കിൽ കെയർ ഹോമിലോട്ട് മാറണം, അങ്ങനെയുള്ളവർക്ക് ഇന്ന് UK എന്ന് പറയണത് 1% പോലും ചാൻസ് ഇല്ലാത്തൊരു ടൗൺ ആണ്. അതേസമയം ഇവിടെ പഠിക്കാൻ വന്ന് സ്പോൺസർഷിപ്പ് കിട്ടി, നല്ലൊരു ലൈഫ് കിട്ടി ഒത്തിരി പേരുകളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് നമുക്കറിയാം, ഇന്ന് ഇപ്പോൾ സ്റ്റെഫിൻ പറഞ്ഞ പോലെ തന്നെ UK നിയമങ്ങളെല്ലാം മാറി. പണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരും വിസ സ്വിച്ച് ചെയ്യാനുള്ള പരിപാടി തോന്നും. പിന്നെ ഇന്നിപ്പോൾ ഒരു സ്പോൺസർഷിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാലറി പാക്കേജ് ഇപ്പോൾ ഒരു ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ 38,500, അതേസമയം സ്റ്റുഡൻ്റ് ആണെങ്കിൽ 30,500. അത് നമ്മൾ നല്ല കഷ്ടപ്പെട്ട് നല്ലൊരു കമ്പനി തന്നെ കിട്ടിയാലാണ് നമുക്ക് ആ പാക്കേജിൽ ജോലി കിട്ടാനും സ്പോൺസർഷിപ്പ് കിട്ടുകയുള്ളൂ. അപ്പം ഇപ്പം ഈ പറഞ്ഞതെല്ലാം നമ്മൾ നെഗറ്റീവ് വശങ്ങളാണ്. അപ്പം എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, അബീസ് ഇത്ര 3 വർഷമായിട്ട് വന്നിട്ട് UK വരണോ വേണ്ടായോ? ഒരു സ്ട്രെയിറ്റ് അവേ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം ഒരു ഉത്തരം അല്ലെന്നാണ് അബി പറയുന്നത്, അല്ലേ? നമുക്കൊരിക്കലും എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ പേഴ്സൺ ടു പേഴ്സൺ. ഇപ്പം എൻ്റെ വീട്ടിൽ കാശുണ്ട്, എനിക്കൊരു സ്ഥലം കാണാം, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയണ ഒരു ലൈഫിലൊരു ചേഞ്ച്, ഒരു യൂറോപ്യൻ കൺട്രി, അതെങ്ങനെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയുണ്ട് കാര്യം. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു എന്താ പറയണ ഒരു 24 ഇയേഴ്സ് ആകുമ്പോൾ നമ്മുടെ പേരൻസ് പറയണ ഒരു 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നല്ലെങ്കിൽ യൂറോപ്പിൽ പോകും അല്ലെങ്കിൽ ഗൾഫിൽ പോകും. അത് നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ. അല്ല, നാട്ടിൽ നിൽക്കാൻ ബിസിനസ് ഒക്കെ തുടങ്ങുന്നവർ നല്ല കാര്യം, പക്ഷേ നാട്ടിൽ നിൽക്കുന്ന അധികം പ്രാക്ടിക്കൽ അല്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞൊരു 6 വർഷം ഗൾഫിൽ നിന്നിട്ട് ഞാൻ UK വന്നതാണ്. ഇപ്പം എന്ത് തോന്നുന്നു, ഗൾഫാണോ UK ആണോ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ വൈസ് UK തന്നെയാണ് ബെറ്റർ. പക്ഷേ ഒരു ഏണിങ്സ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഗൾഫ് എന്നാ പറയുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് UK ഇപ്പം ഈ കറണ്ട് മൂവ്മെൻറ്റിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയാണ്. പക്ഷേ എനിക്ക് ഗൾഫിൽ ലാസ്റ്റ് ഞാൻ ഇറങ്ങിയപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന 1.2, അതായത് 1,20,000 രൂപയാണ്. അന്ന് ഞാൻ നിന്നിപ്പം എൻ്റെ വീട്ടിലോട്ട് ഏകദേശം ഞാൻ 70,000 മാസം ഞാൻ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എനിക്കിപ്പം ഓൾമോസ്റ്റ് നിയർലി ഒരു 160, അതായത് 165 ആണെങ്കിലും ഞാനിപ്പോൾ വീട്ടിലോട്ട് കാശ് അയക്കണമെന്ന് പറയണത് ഒരു 50 രൂപ അത് തന്നെയാണ് ഞാൻ അയക്കണുള്ളൂ. ഒരു ഹ്യൂജ് ഡിഫറൻസ് എനിക്ക് അവിടെ കാണില്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടണ ഒരു ലൈഫിലെ ഒരു ചേഞ്ചും കാര്യങ്ങളും, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ്. ഈ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഞാൻ മെയിനായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗൾഫിൽ പോകുമ്പം
നമുക്ക് 30 വയസ്സിന് താഴെ ഉള്ളവരെ കാണാൻ കുറച്ച് പാടാണ്. അവിടെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടവരാണ്. അവിടെ നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏജ്ഡ് ആയിട്ടുള്ളവരിൽ നിന്ന് പഠിക്കാൻ പറ്റും. ചിലപ്പം ഞാൻ അങ്ങനെ UK വന്നുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് ഈ ഷെയറിങ് അക്കോമഡേഷൻ അവിടേക്കും പോകുമ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതേസമയം UK വന്നു കഴിയുമ്പോൾ നേരെ തിരിച്ചാണ്. ഈ 35 വയസ്സിന് മേളിലുള്ളവരെ കണ്ടു കിട്ടാൻ കുറച്ച് പാടാണ്. അവരുണ്ടെന്നാണ്, പക്ഷെ അവര് നമ്മുടെ അടുത്തോട്ട് വരില്ല. അത് മാത്രമല്ല, കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. പിന്നെ അവർക്കടെ തന്നെ ഒരു മേഖലയിലാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഷെഫീൽഡിൽ വന്നു, ഞങ്ങൾക്ക് ആസ്പെക്ട് 3 സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് റോസ്റ്റ്, അങ്ങനെ ഒരു സർക്കിളിലാണ് നമ്മൾ കഴിഞ്ഞു. അവിടെ തന്നെ നമുക്കൊരു 100-150 മലയാളികളുണ്ട് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഈ 35 വയസ്സ് മേളിലുള്ളവർക്കുടെ കമ്പനി കൂടാൻ പോണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം നമുക്കൊരു ചിട്ടയുള്ള ലൈഫ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം ഇതിനകത്ത് 1-2 കാര്യം പറയാനുള്ളത്, ഈ പല ആളുകളും ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് വിദേശത്ത് പോയി പഠിക്കുക എന്നുള്ളത്. ഈ വിദേശത്ത് പോയി പഠിക്കുമ്പം തന്നെ അഫോർഡബിൾ ആയിട്ടൊരു കാര്യം, ഇപ്പോൾ കാനഡയാണെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ ഒരു ഇനിഷ്യൽ തന്നെ ഒരു 10-20 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം. കാരണം ഇപ്പം GIC എമൗണ്ട് കൂട്ടി 10 ലക്ഷം രൂപയെങ്കിലും മിനിമം വേണം. ഓസ്ട്രേലിയ ആയിക്കോട്ടെ 45 ലക്ഷം രൂപ വേണം. ന്യൂസിലൻഡ് ആയിക്കോട്ടെ ഒരു 30-35 ലക്ഷം രൂപ വേണം. അപ്പം ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി, അയർലാൻഡ് ആണെങ്കിൽ ഡിപ്പെൻഡൻസിനെ കിട്ടത്തില്ല, പക്ഷെ എന്നാലും ഫീസും ഭയങ്കര കൂടുതലാണ്. കൂടുതലും ബാച്ചിലേഴ്സ് ഡിഗ്രികളാണ്, 25-30 ലക്ഷം രൂപയാണ്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ വൈസ് അല്ലെ, ഒരു എന്താ പറയുക, നമ്മൾ മുടക്കുന്ന കാശ് വെച്ചിട്ട് ഇപ്പം മാൾട്ട പോലത്തെ രാജ്യങ്ങളൊക്കെ ഉണ്ടില്ലെന്നല്ല, പക്ഷെ എന്നാലും ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു രാജ്യം വെച്ച് നോക്കുമ്പം UK വരുന്നത് കുറച്ചും കൂടെ അഫോർഡബിൾ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. അഫോർഡബിൾ ആണ്. അപ്പൊ ആ ഒരു റീസൺ കൊണ്ട് പല ആളുകളും UK ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം തിരിച്ചടിയാവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ പല ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യം, ഇതിൻ്റെ ഒരു അതർ സൈഡ്, ഇപ്പോൾ റൂൾ ചേഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മുടെ UK വന്നിട്ടുണ്ടെങ്കിലും പല ആളുകളും മനസ്സിലാക്കാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ന്യൂ എൻട്രൻ്റ് വിസ എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഉണ്ട്. അപ്പം ഇപ്പോഴും സ്റ്റുഡൻസ് ആയിട്ട് വരുന്ന ആളുകൾക്ക് സ്റ്റേ ബാക്ക് മാറ്റിയിട്ടില്ല. അപ്പം സ്റ്റേ ബാക്ക് ഉണ്ട്. അതായത് 2 വർഷം പഠിച്ചാൽ 2 വർഷം സ്റ്റേ ബാക്ക് ഉണ്ട്. ഈ സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് ഒരു ജോലി കിട്ടിയാലും ഇപ്പോൾ 38,700 pounds സാലറി വേണമെന്ന് പറഞ്ഞാലും 27,000 ഉണ്ടെങ്കിലും വിസ അടിക്കാൻ പറ്റുന്ന സാഹചര്യം തന്നെയാണ് UK ഉള്ളത്. ഡിപ്പെൻഡൻസിന് പറ്റത്തില്ല. ഇപ്പോൾ ഓൾറെഡി ഡിപ്പെൻഡൻസിന് അലൗഡും അല്ല. അപ്പം ഇപ്പോൾ വരാൻ പറ്റുന്ന സ്റ്റുഡൻസ് ആരാണ്? പഠിക്കാൻ വരുന്ന ആളുകളാണ്. അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, അവിടെ ഓട്ടോമാറ്റിക്കലി ന്യൂ എൻട്രൻ്റ് വിസയ്ക്ക് എലിജിബിലിറ്റി ഉള്ള ആളുകളാണ്. പഠിച്ചിറങ്ങി ഉടനെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ 4 വർഷം വരെ ഈ ന്യൂ എൻട്രൻ്റ് കാറ്റഗറിക്കകത്ത് നമുക്ക് നിൽക്കാൻ പറ്റും. നല്ല പരിപാടിയല്ലേ. ഞാൻ പറഞ്ഞത് ഇപ്പോഴും UK വന്നാൽ അപ്പം ഈ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആര് വരണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതായത് ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, രക്ഷപ്പെടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ അതിന് സെർട്ടൺ കണ്ടീഷൻ ഉണ്ട്. പേഴ്സണാലിറ്റിക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവണം അല്ലേ? ഇപ്പം ഇപ്പം ഷെഫിന് ഇത് പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം എടുത്തു പറയാം. UK വന്ന സ്റ്റുഡൻസിന് വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുമ്പോൾ, ഇവിടെ നമ്മൾ നാട്ടിൽ ഇപ്പം നമ്മുടെ ഒരു വീട് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ വീട്ടിൽ 3 ബെഡ്റൂം ഉണ്ടെങ്കിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമും കാണും. അതേസമയം നമ്മൾ ഇവിടെ വരുമ്പം നമ്മൾ കുറച്ച് കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം ഞാനിപ്പോൾ ഈസ്റ്റ് ഹാമിലേക്ക് ഈ അടുത്ത് ഞാൻ പോകുമ്പം ഒരു വീടെടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 3 ബെഡ്റൂം ആണെങ്കിൽ അതിൽ 16 പേരാണ് നിൽക്കണം, ഒരു ബാത്റൂമുള്ളൂ. അപ്പം നമ്മൾ തന്നെ ആലോചിക്കും, നാട്ടിൽ നമുക്ക് അറിയാവുന്നതാണ്, നല്ല കാശുള്ള വീട്ടിലെ മോനാണ്, അവനിവിടെ വന്ന് പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം മനസ്സിലാക്കണം. ഇപ്പം എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയും. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കുന്നവരോട് പറയും. അപ്പം ഞാൻ അവരോട് പറയും, ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. ഒരു യൂട്യൂബ് ചാനലിലും ആരും ഒന്നും വന്ന് പറയില്ല. അപ്പം ഇപ്പം എന്താ പറയണ, നിങ്ങൾ ഇവിടുത്തെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടോ ശരിക്കും സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ. പിന്നെ എന്നോട് ചിലവർ ചോദിക്കാറുണ്ട്, ബ്രോ ഞങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടും. ഞാൻ പറയും അതൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പം ഇറ്റ്സ് പേഴ്സൺ ടു പേഴ്സൺ. എനിക്ക് വന്ന് 16ാമത്തെ ദിവസം പാർട്ട് ടൈം കിട്ടിയ ആളാണ്. അതേസമയം എൻ്റെ വൈഫിന് 3 മാസം കഴിഞ്ഞിട്ട് കിട്ടിയ ആളാണ്. ചിലപ്പോൾ സ്റ്റെഫിന് വന്നതിൻ്റെ പിറ്റേന്ന് കിട്ടുന്ന ആളായിരിക്കും. ജോലി കിട്ടി. ഇതെല്ലാം നമ്മളിലിരിക്കുന്ന സ്കിൽസ്. അതായത് നമ്മൾ റൂമിൽ ഇന്ന് ഞാൻ ഇപ്പൊ ഷെഫീൽഡ് സ്കില്ല് മാത്രമല്ല ആ ജോലി കിട്ടാനുള്ള ഞാൻ ഇന്ന് സിറ്റി സെന്ററിൽ പോകുമ്പോൾ ഇവിടെ മീൻ കെട്ടുന്ന കടയിൽ വരെ മലയാളികളുണ്ട്. പക്ഷെ എനിക്ക് അവരെ കാണുമ്പോൾ സന്തോഷമാണ് തോന്നുന്നത്. അതായത് പാർട്ട് ടൈം എന്ന് പറയുന്നത് നമ്മുടെ സ്ഥിരം ജോലിയല്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതിൽ നമ്മൾ ഇന്ന സ്ഥലത്ത് ആ ജോലി കിട്ടാകുമ്പോഴൊന്നും ഒരു വാശിയും പിടിക്കില്ല. എനിക്ക് ആ മീൻകടയിൽ അമ്മാരെ കാണുമ്പോൾ ഇപ്പം എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ അമ്മാരെ കാണുന്നത്. ഞാൻ പോയി സംസാരിക്കും. അപ്പം അമ്മ ബ്രോ ഞാൻ ശരിക്കും പറയാൻ മീനിന്റെ ബിസിനസ് ചെയ്യുന്ന മലയാളികളുണ്ട്, ബീഫിന്റെ ബിസിനസ് ചെയ്യുന്ന മലയാളികളുണ്ട്. അവരുണ്ടാക്കുന്ന എമൗണ്ട് ആലോചിച്ച് നോക്കണം. അവർ ബിസിനസ് ചെയ്ത് ഉണ്ടാക്കുന്ന എമൗണ്ട് ഈ ഫുൾ ടൈം എഞ്ചിനീയർ ആയിട്ടോ അല്ലെ നേഴ്സായിട്ടോ ഒന്നും വർക്ക് ചെയ്താൽ കിട്ടുന്നതിന്റെ 4 ഇരട്ടി കാശ് അവർ ഒരു മാസം ഉണ്ടാക്കുന്നുണ്ട്,
പറഞ്ഞു ടാക്സ് കഴിഞ്ഞിട്ട്. അപ്പം അത് ഒരു എന്താ പറയുക, നാട്ടിലൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വേണം യുകെയിലോട്ട് വരാനെന്നുള്ളതാണ്. പിന്നെ ഓവർ പേരൻസ് അറ്റാച്ച്മെൻ്റ് ഉള്ളവർക്കൊന്നും UK ഒരു പെർഫെക്റ്റ് സ്പേസ് ആണെന്ന് ഞാൻ പറയില്ല. കാര്യം ഇവിടെ ഇപ്പം നമുക്കൊരു വയറുവേദന വരുമ്പം ചിലവർ സെൻറ്റിമെൻ്റായിട്ട് പറയണം എൻ്റെ അമ്മയുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലും ഇവിടെ ഇപ്പം എനിക്ക് കാര്യമില്ല. കാര്യം ഇവിടെ എനിക്കറിയാം എൻ്റെ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 11 പൗണ്ടിന് വിലയുണ്ട്. അന്നേ സമയം നമ്മളൊരു ഇപ്പം നാട്ടിലാണെങ്കിൽ നമ്മളൊരു കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം അവൻ്റെ വീട്ടിൽ പോയി ഇരുന്നു എന്ന് പറയും. ഇവിടെ നമുക്ക് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ അതിൽ കൂടുതൽ ഇവിടെ വേറൊരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. ബേസിക്കലി സത്യം പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർക്കിടെ മരിച്ചു കഴിഞ്ഞാൽ അവർക്കിടെ ബോഡി വരെ ഒരു മോർച്ചറി കയറി വെക്കുകയാണ്. എന്നാന്ന് വെച്ചാൽ അടുത്ത ഹോളിഡേയോ അല്ലെങ്കിൽ ഇവർക്കൊരു ഓഫ് കിട്ടിയിട്ട് വേണം ചടങ്ങ് നടത്താൻ. അത് നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇപ്പം UK വരുന്ന വർത്താണോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയില്ല. ഇപ്പം നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ വരുന്ന കുട്ടികളുടെ ഏജാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു 20-നും 25-നും ഇടയ്ക്കുള്ള അല്ലേ, അതൊരു ആവറേജ് പറയാനാണെങ്കിൽ ഒരു ജനറൽ ആവറേജ് പറയാനാണെങ്കിൽ പോട്ടെ ഒരു 30 കൂട്ടിക്കോ, എന്നാലും ജനറലി ഒരു 25 ഒരു ആവറേജ് ഏജ് പറയുന്നത്. ആവറേജ് ഏജ് ഈ പ്രായത്തിൽ വരുന്ന ആളുകൾ പലപ്പോഴും നാട്ടിൽ നിന്ന് വീട്ടുകാരെ കംഫർട്ട് സോൺ, അത് വീട്ടുകാർ തുണി നനച്ച് കൊടുക്കുന്നു, വീട്ടുകാർ ഫുഡ് വെച്ച് കൊടുക്കുന്നു, വീട്ടുകാർ കട്ടിലേ കിടന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ പോലും വീട്ടുകാർ വിളിച്ച് ഞാനും ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. നമ്മളതാണ് നമ്മൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ജീവിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മാറുമ്പം അതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ ഈ താല്പര്യമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന ആളുകൾ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കാവുന്നുള്ളതാണ് അല്ലേ. അല്ലാതെ ഇവിടെ പെട്ടെന്ന് വന്നിട്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു എമൗണ്ടിൻ്റെ കാര്യം കൂടെ ഇതിനകത്ത് ബാലൻസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ വീട് ലോൺ വെച്ചോ അല്ലെങ്കിൽ വീട്ടുകാരുടെ സേവിങ്സ് എടുത്തിട്ടോ ഒക്കെ ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ ആ ഒരു ഹോം സിക്നെസ്സിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മനസാന്നിധ്യമുള്ളവരായിരിക്കണം. പിന്നെ വേറൊരു സംഭവം, ഇപ്പം ഈ 25 വയസ്സിൻ്റെ കാറ്റഗറി പറയുമ്പോൾ നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല ടൈമാണ്. അപ്പം ആ ടൈമിൽ വന്ന് നമ്മൾ ഇത്ര കഷ്ടപ്പെടണോ, അല്ലെങ്കിൽ ആ ടൈം ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്യണോ, അല്ലെങ്കിൽ ആ ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റുകളിലോട്ടോ അല്ലെങ്കിൽ നമുക്കൊരു തെറ്റ് ചെയ്ത് ശരി പഠിക്കാനും ഒക്കെ ഉള്ള സമയമാണ് അത്. അപ്പം നമ്മളാണ് നമ്മുടെ ലൈഫ് ചിന്തിക്കേണ്ടത്. പിന്നെ UK നാട്ടിലിരിക്കുന്നവർക്ക് പൊതുവെ ഒരു ധാരണ ഉണ്ട്. UK വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞാനിക്കും UK ഫസ്റ്റ് സ്വപ്നം കാണുമ്പോൾ ഞാൻ ഓർത്തന എല്ലാ വീക്കെൻഡും ബീച്ചിൽ പോയിരിക്കുന്നു. ഞാൻ ഈ UK എൻ്റെ മനസ്സിൽ കളർഫുൾ, അതായത് ഞാനൊരു 9ാം ക്ലാസ്സിലേക്കും ചെറായി ബീച്ചിൽ പോകുമ്പോൾ ഈ സായിപ്പിനെയും മദാമിനെയും കാണും. അപ്പം ഞാൻ എൻ്റെ കൂട്ടാനോട് ചോദിക്കും, ഇവർക്ക് എന്ത് കാണാൻ എന്ത് ചെയ്യല്, അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് വന്നെ. അപ്പം UK സത്യം പറഞ്ഞാൽ ഇന്നേ വരെ ഞാൻ UK വന്നിട്ട് കറക്റ്റായിട്ടുള്ളൊരു സായിപ്പിനെയും മദാമിനെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്നുവെച്ചാൽ നമുക്ക് അതിനുള്ള നേരമില്ല. നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീസ് അടയ്ക്കണം, പിന്നെ ലൈഫ്, പിന്നെ സ്പോൺസർഷിപ്പിൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പം ഇതൊരു വേറൊരു ലൈഫ് തന്നെയാണ് ഇവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം നമ്മുടെ. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ ലൈഫ് ഭയങ്കര ബിസിയാവും. അതായത് കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അത്ര ബിസി ആവാൻ പറഞ്ഞില്ല. കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയത്തില്ലേ നമ്മൾ നാട്ടിൽ ഇവിടെ വന്ന് ബാക്കി പിന്നെ കോളേജ് കഴിഞ്ഞാൽ ഫുൾ ടൈം ചെയ്ത് നമുക്ക് മറിക്കാമെന്നൊക്കെ പറയും. ഇത് മറിക്കുന്ന സമയത്ത് നമ്മൾ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെൽത്ത് നോക്കാതെ പണിയെടുക്കുക, രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത് സോഷ്യൽ ഗ്യാതറിങ്സ് ഇല്ലാതെ ഒറ്റപ്പെട്ടു പോവുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത് UK വരുന്നത് വർത്താണോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് ഇതെല്ലാം ചിന്തിച്ചിട്ട് ഇതിനെല്ലാം ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ UK വരുന്നത് വർത്ത് തന്നെയാണ്. അപ്പം പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിയമമാറ്റങ്ങളുണ്ട്. ശരിയാണ്, നിയമമാറ്റങ്ങളൊന്നും ജോലി കിട്ടാൻ പാടാണെന്ന് പറയുന്നത്. പക്ഷേ പല ആളുകളും ഈ ജോലി കിട്ടാത്ത ആളുകളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ജോലി കിട്ടുന്ന ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ബ്രോയ്ക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഇപ്പം ജോലി കിട്ടിയ കാര്യം എന്നോട് നേരത്തെ അറിയാൻ പറ്റും നമ്മുടെ ഓഡിയൻസിന് വേണ്ടി. ഇപ്പം സത്യം പറഞ്ഞാൽ എൻ്റെ ചാനലിൽ ഒരു 1.5 വർഷം വന്ന ഇപ്പം ഞാൻ പേര് വേണമെങ്കിൽ എടുത്തു പറയാം. എൻ്റെ ഫ്രണ്ട് അഖില എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള അഖില IT ആണ് ഇവിടെ പഠിക്കാൻ വന്നത്. പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇതായിട്ട് കയറി, അതായത് ഇന്റേൺഷിപ്പ് ചെയ്ത് കയറി അവർ തന്നെ സ്പോൺസർഷിപ്പ് കൊടുത്തു. അതുപോലെ തന്നെ അർച്ചന കോഴിക്കോടുള്ളതാണ്, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നമ്മുടെ ഷെഫീൽഡ് ഹാലത്തിൽ പഠിച്ചായിരുന്നു. അവൾക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷനിൽ സ്പോൺസർഷിപ്പ് കിട്ടി മാറി. അതുപോലെ തന്നെ രാഹുൽ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. രാഹുലിന് 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഖത്തറിൽ. ഇവിടെ ഇപ്പം മാഞ്ചസ്റ്ററിൽ ഒരു ഹോങ്കോങ് ബേസ്ഡ് കമ്പനിയിൽ സ്പോൺസർഷിപ്പ് കിട്ടി വരും. പിന്നെ ഇപ്പോൾ എൻ്റെ വൈഫും ഇവിടെ പഠിക്കാൻ വന്നതാണ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. ഇപ്പം അവൾക്കാണെങ്കിലും ഇപ്പോൾ വാറിങ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ജോലി, അവൾക്കുടെ ഫീൽഡിൽ തന്നെ ജോലി കിട്ടി. ഇതെല്ലാം അച്ചീവ്മെൻ്റ് ആണ് നമുക്ക്. അല്ല, അപ്പം ഞാൻ പറഞ്ഞത് ഇത് കിട്ടാത്ത ആളുകൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞതിനപ്പുറം പല സമയത്തും കിട്ടുന്ന ആളുകൾ പൊങ്ങച്ചം പറയാതിരിക്കാൻ വേണ്ടിയിട്ടും കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും 2 കാരണങ്ങൾ കൊണ്ട് ആൾക്കാർ
പുറത്ത് പറയാതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ പല ആളുകളിലേക്കും എത്തുന്നില്ല. അതായത് ജോലി കിട്ടാത്ത ആളുകളുടെ ഈക്വൽ പ്രൊപ്പോർഷനിലോ അല്ല അതിന് അടുത്തെങ്കിലും വരുന്ന പ്രൊപ്പോർഷനിൽ ആളുകൾക്ക് ജോലി കിട്ടുന്നുണ്ട്. ഈ കിട്ടാത്ത എന്ന് പറയണ ഒരാളുകളുണ്ടല്ലോ. ഇപ്പം ഞാൻ ഒരു 1.5 വർഷം മുമ്പ് NHS കയറുന്നതിന് മുമ്പ് ഞാൻ പറയായിരുന്നു, എടാ NHS നമുക്ക് കിട്ടുമോ, പക്ഷെ ഇറങ്ങിത്തിരിക്കുമ്പോ പിന്നെ നമുക്കൊരു റിജക്ഷൻ വരുവാണെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളത് ക്രോസ് സ്റ്റഡി ചെയ്യാനിരിക്കണം. അല്ലാതെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൂണ് അല്ലെങ്കിൽ റേസിസ്റ്റ് ആണ് നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് എന്താണോ നമ്മുടെ കുറവ്, നമ്മുടെ വീക്ക് പോയിന്റ് എവിടെയാണോ അവിടെ നമ്മൾ എടുക്കണം. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഡെന്നീസ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല അറിവും നാട്ടിലെ കോളേജിൽ ടോപ്പറായിരുന്നു. ഇവിടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടാണ് കോഴ്സ് പഠിച്ചത്. അപ്പം അവന് ടെക്നിക്കലി ഭയങ്കര പവർഫുള്ളാണ് അവൻ, പക്ഷേ അവന് ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അവൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയർ ഹൗസിൽ ജോലി നിർത്തി. അതായത് വെയർ ഹൗസിൽ ഒരു മാസം പാർട്ട് ടൈം ആയിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 800-900 കിട്ടുമായിരുന്നെങ്കിൽ അവൻ ടെലികോൾ, അതായത് എന്നും ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ പോകും. അവിടെ അവൻ 700 പക്ഷെ അവൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലയൻസ് ആയിട്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോള്, കാനഡയിൽ നിന്നുള്ള കോള്, ക്ലയൻസ് ആയിട്ട് സംസാരിക്കാം. അങ്ങനെ അവൻ ഒരു 3 മാസം ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ കൊടുത്ത ഇന്റർവ്യൂ തന്നെ അവന് ജോലി കിട്ടി. സ്പോൺസർഷിപ്പോട് കൂടി ഇപ്പോൾ ബർമിംഗ്ഹാമിൽ ഇത് എന്താ നമ്മുടെ മെക്കാനിക്കൽ എയറോനോട്ടിക്കൽ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അപ്പം ആ സ്റ്റുഡന്റ് ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 റിജക്ഷൻ ആയപ്പം അവന്റെ വീക്ക് സൈഡ് കണ്ടുപിടിച്ചു. അവന്റെ ഇവിടെ പ്രശ്നം മനസ്സിലാക്കാതെ ഇവരാണ് പ്രശ്നമൊന്നും കിട്ടില്ല. അപ്പൊ നമ്മളിപ്പം മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ തന്നെ ഇതിന്റെ കറക്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിച്ചതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് കഷ്ടപ്പാടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഇപ്പൊ കിട്ടാത്തവര്, ഇപ്പൊ ജോലി കിട്ടാത്ത ആളുകൾ ആരും അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. അങ്ങനല്ല, അങ്ങനെ ഒരു ജനറലൈസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരുപാട് കിട്ടാതിരുന്ന റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. എത്ര അപ്ലൈ ചെയ്തല്ല റിജക്ഷൻ ആയിരുന്നു. അപ്പം ആ ഒരു കാലം കഴിഞ്ഞു പോകും. പക്ഷെ ആ ഒരു കാലത്ത് ഇന്ന് പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ക്വിറ്റ് ചെയ്യാനുണ്ടാകുന്ന കാരണം എന്ന് തന്നെ ഇപ്പോൾ പ്രോപ്പറായിട്ട് കാശ് വരുന്നുണ്ട്, പാർട്ട് ടൈം ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുണ്ട്, കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കെയർ വിഷു അങ്ങനെ എന്തെങ്കിലും തൽക്കാലം എടുത്തിട്ട് അങ്ങനെ നിന്ന് പോകാമെന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക്, അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടോടുകൂടെ പെട്ടെന്ന് ക്വിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തീരെ ട്രൈ ചെയ്യാൻ താല്പര്യമില്ലാതെ UK വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും UK വരരുത്. അത് നിങ്ങൾക്ക് വെറുത്തല്ല അല്ലേ? അത് കറക്റ്റാണ്. പിന്നെ വേറൊരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം എൻ്റെ വൈഫിൻ്റെ കേസ്. എൻ്റെ വൈഫ് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ ഹാലത്തിൽ പഠിച്ചു. ഒരു 13 ലക്ഷം മുടക്കിയാണ് പഠിച്ചത്. അത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു തോട്ടുണ്ട്, ഞാൻ പഠിച്ചത് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ്, എനിക്ക് അവിടെ നിന്ന് തന്നെ ജോലി കിട്ടുമെന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മളൊരു അപ്ലൈ ചെയ്യുമ്പം അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവർ പറയും ഞങ്ങൾക്ക് PLC വേണം, ഞങ്ങൾക്ക് സ്കാഡ വേണം. അപ്പം നമുക്ക് അത് എവിടെ നിന്ന് കിട്ടും? ഈ സബ് കോഴ്സ് നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഓൺലൈനിൽ ഫ്രീ ആയിട്ട് ഒത്തിരി സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു കാശ് മുടക്കില്ല, നമ്മൾ മെനക്കെട്ടിരുന്നാൽ മതി. കാര്യം ഞാൻ ഒരേ ഇന്റർവ്യൂ എടുക്കാൻ അതാണല്ലോ ഏറ്റവും വലിയ ഒന്ന് മെനക്കെടാനുള്ള ബുദ്ധിമുട്ടും, പിന്നെ ഇവർക്കൊരു പ്രോപ്പർ ഗൈഡൻസ്. ഇപ്പം നമ്മൾ യൂട്യൂബേഴ്സാണ്, പക്ഷെ ഇന്ന് വരെ പോലും എനിക്ക് പോലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രോപ്പർ ഗൈഡൻസ് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം ഞാനും ഇപ്പോഴാണ് അറിഞ്ഞു വന്നത്. ഇപ്പം ഞാനിവിടെ വന്നിട്ട് 3 വർഷമായെങ്കിലും കഴിഞ്ഞൊരു 3 മാസം മുമ്പാണ് ഇത്രയും ഫ്രീ കോഴ്സസ്. അതായത് ഞാൻ ഈ അഖില എന്ന് പറഞ്ഞ പെങ്കൊച്ചിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയപ്പം അവൾ പറഞ്ഞു ഞാൻ ഇന്ന സർട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടി ഇതിന് എത്ര രൂപ മുടക്കും? ഇതിനെന്തിനാ കാശ് കൊടുക്കണം? ഇത് ഓൺലൈനിൽ നമ്മൾ ചെയ്ത് 2 ദിവസം സ്പെൻഡ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കോഴ്സുകളുണ്ട്, 30 പൗണ്ട് 60 പൗണ്ട്. നമ്മളൊരു 16 ലക്ഷം മുടക്കി ഒരു കോഴ്സ് പഠിക്കാമെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയപ്പോൾ നമ്മൾ അറിഞ്ഞില്ല, ഉറുമ്പിറങ്ങി പോകുമ്പോഴാണ്. അതായത് 16 ലക്ഷം കൊടുത്ത് കോഴ്സ് ഇവിടെ പഠിക്കാൻ പറ്റി, ഒരു 30 പൗണ്ടിന് വേറൊരു കോഴ്സ് എടുക്കാൻ പറയുമ്പോൾ എൻ്റെ പൊന്നു കേട്ടാ എനിക്ക് ഇതിൽ കാശില്ലാന്നാ പറയണം. അത് മാത്രമല്ല, ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കണമെങ്കിൽ എത്ര കാശ് കൊടുക്കണ്ടേ? ഒരു 30 കൊണ്ട് കൊടുക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, നമ്മളെ മാർക്കറ്റ് ചെയ്യുക. ഇപ്പം പറഞ്ഞു വരുന്ന ഇതെല്ലാം നമ്മൾ ഈ പോഡ്കാസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും നമുക്ക് നീട്ടി വലിച്ച് പറയേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അത്രയും പറയാനുള്ള സമയം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിതെല്ലാം പറയുന്ന കാരണം ഇങ്ങനൊന്നും ചെയ്യാൻ സാധിക്കാത്ത, അല്ല ഇങ്ങനൊന്നും ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത, എങ്ങനെങ്കിലും UK വന്നിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ശരിക്കും UK വരുന്ന വರ್ತല്ല. അവർ അങ്ങനെയുള്ള ആളുകൾ UK വന്നാൽ കംപ്ലൈന്റ് അല്ലാതെ അവർക്ക് വേറെ ഒന്നും പറയാനുണ്ടാകത്തില്ല. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, UK മറ്റേ മരത്തിൽ കളിക്കുന്ന കാശൊന്നുമില്ല. പണിയെടുത്താൽ മാത്രമേ കാശ് കിട്ടത്തുള്ളൂ. ഇപ്പം ഞാൻ പണ്ടും എൻ്റെ ഒരു വീഡിയോക്ക് തോന്നുന്നുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടാരത്തിൽ താമസം, 4 നേരം സുഖഭക്ഷണം, കുലിക്കുമ്പം പൗണ്ട് വീഴും
വീഴുന്ന മരം, ഇതൊന്നും ആരും വാഗ്ദാനം ചെയ്യുന്നില്ല. ഇവിടെ വരുമ്പോൾ കഷ്ടപ്പാടുണ്ട്, പാർട്ട് ടൈം ചെയ്യണം, ബുദ്ധിമുട്ടുണ്ട്. അതിനോടൊപ്പം ഈ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം, തുണി കഴുകണം, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കണം, പാർട്ട് ടൈമിനും പോകണം, അസൈൻമെൻറ്റ് വെക്കണം, കോഴ്സിന് പോകണം. അതിനോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഹൈ പ്രോസ്പെക്റ്റായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് അന്വേഷിച്ച് അതിനുവേണ്ടി എഫോർട്ട് ഇടുന്ന ആളുകൾക്ക് മാത്രമേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ UK വന്നിട്ട്, ഇപ്പം ഒരു 2-3 വർഷം മുമ്പ് അങ്ങനെ അല്ലാത്തവർക്ക് വർത്തായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമേ UK വർത്തായിട്ടുള്ളൂ. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഡിപ്പെൻസിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ സ്റ്റുഡൻസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോബ് മാർക്കറ്റിൽ അത്രയും കൂടെ ഇപ്പോൾ എത്രയോ പേര് നേരത്തെ പറഞ്ഞു സ്റ്റുഡൻസ് ആയിട്ട് വന്നവരെ ഡിപ്പെൻഡൻസ് ഓൾറെഡി വിസ അടിച്ച് കയറല്ല, പ്രോപ്പർ ജോലിയിലേക്ക് തന്നെ കയറിയവരുണ്ട്. അപ്പോൾ അങ്ങനെ കയറുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. അതുമാത്രമല്ല, സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവർക്ക് 2 വർഷം സ്റ്റേ ബാക്ക് ഇപ്പോഴും ഉണ്ട്. ഈ സ്റ്റേ ബാക്ക് ഉള്ള സമയത്ത് ന്യൂ എൻട്രന്റ് വിസ ഇപ്പോഴും ഉണ്ട്. ഈ 27,000 എന്ന് പറഞ്ഞാൽ എത്തിപ്പിടിക്കാൻ പറ്റാത്ത എമൗണ്ട് ആണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നില്ല. കാര്യം എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് 30 അറൗണ്ട് ഉണ്ട്. പിന്നെ അതുമല്ല, ഇനി സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവർക്ക് ചെറിയൊരു പ്ലസ് പോയിന്റ് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഈ സ്റ്റുഡൻ്റ് ആയിട്ട് വരുമ്പം അവർക്കോടൊപ്പം ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരും. അവർ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് കുറച്ച് ജോലി അങ്ങനെ സ്പ്ലിറ്റ് ആവും. ഇന്ന് സ്റ്റുഡൻ്റ് ആയിട്ട് വന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല, ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു. അത് മാത്രമല്ല, ഇപ്പം സംഭവിച്ചു പോയ മറ്റൊരു കാര്യം പറയാം. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉള്ള ആളുകളുണ്ട്. പല ആളുകളും എന്താ പറയുന്നത്, നമ്മൾ പെട്ടെന്ന് അങ്ങ് ട്രൈ ചെയ്യാതെ ക്വിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പലരും കെയർ വിസകൾ എടുത്ത് മാറിയവരുണ്ട്. ഞാൻ കെയർ വിസ എതിര് പറയുമോ അല്ലെങ്കിൽ ചെയ്യുന്ന മോശമാണെന്ന് പറയുമല്ലോ, ഞാനും കെയറായിരുന്നു നേരത്തെ. അതുകൊണ്ട് അങ്ങനെ എന്നെ ഒരു കെയർ വിരോധിയാക്കരുത്. പക്ഷേ ട്രൈ ചെയ്യുന്നതിന് മുമ്പ്, സ്റ്റുഡൻറ്റ് വിസ തീരുമ്പോൾ തന്നെ PSW എടുക്കണ്ടല്ലോ, അതിന് വേറെ കെയർ വിസ എടുത്ത് അത്രയും കാശ് ലാഭിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ആ ഒരു 2 വർഷം അവർക്കൊരു ട്രൈ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ പല ആളുകളുണ്ട്. അവർക്കൊന്ന് എഫോർട്ട് ഇട്ട് നോക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ പോലും ട്രൈ ചെയ്ത മാറിയ ആളുകൾ പലരും എന്താ പറയുന്നത്, ആ സ്ഥലത്ത് ലോക്കായിപ്പോയി. ഇനി സ്പോൺസർഷിപ്പ് കിട്ടാതെ അവർക്ക് വേറെ സ്ഥലത്തോട്ട് മാറാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഉള്ള ഡിപ്പെൻഡൻസ് തന്നെ കുറേ അധികം ആളുകൾ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പോലും വെയർ ഹൗസിലും മറ്റ് ജോലികളും ഒക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം കൂടാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. പിന്നെ ഈ കെയർ വിസ എടുക്കാൻ ഇവരെ പ്രചോദിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാവരും പറയണം, ബ്രോ നമ്മൾ നിൽക്കുന്ന UK എപ്പോൾ വേണമെങ്കിലും നിയമം മാറാം, അപ്പം ഇന്ന് വിസ കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ മാറിക്കോന്നാണ് എല്ലാവരും പറയണം. പക്ഷെ അതൊരു അങ്ങനെ പേടിക്കണ എന്തിനാ? അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് നമ്മളിൽ ഉണ്ടാവണം. പിന്നെ UK വരുന്ന വൃത്താണെന്ന് പറയാനുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ ഇവിടെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള UK പോസിറ്റീവ് സൈഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ, ഒന്നൊരു പർച്ചേസിങ് പവർ ഉണ്ട്. നമുക്കൊരു സാധനം മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ചെയ്യുവാണെങ്കിലും ഫുൾ ടൈം ചെയ്യുവാണെങ്കിലും നമുക്ക് നാട്ടിൽ EMI ഇട്ട് മേടിക്കാൻ പറ്റുമെങ്കിലും നമ്മുടെ ഒരു പർച്ചേസിങ് പവർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് ഭയങ്കര കൂടുതലാണ്. ഇല്ലേ, തോന്നിയിട്ടുണ്ട്. അപ്പം അബിയാണെങ്കിലും വന്നിട്ട് ഇപ്പം മേടിക്കണമെന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങളെല്ലാം അബിയെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? സത്യം. ഞാനിപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെ വന്ന് നമ്മളെല്ലാം ഇപ്പം നമ്മുടെ യൂട്യൂബിന് വേണ്ടിയുള്ളതാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ലൈഫിന് പറ്റണ പോലെയാണെങ്കിൽ, ഇപ്പം ഒന്നും വേണ്ട, ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 2 കാർ എടുത്തു. നമ്മുടെ നാട്ടിൽ ഒരു കാർ എടുക്കണമെങ്കിൽ തന്നെ നമ്മൾ എത്ര വർഷത്തെ അധ്വാനമാണ്. ഇവിടെ എനിക്ക് ഒരു മാസം പോയി കഴിഞ്ഞാൽ ഒരു കാർ എടുക്കാനുള്ള കാശ് കിട്ടും. പിന്നെ എനിക്ക് ഇവിടെ വന്ന സ്റ്റുഡൻസിനോട് കുറച്ച് പോയിൻ്റ് ഔട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് UK വന്നത് ഒരു വെർത്താക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ വരുമ്പോൾ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ്. അതായത് എനിക്ക് 2 വർഷമാണ് ടൈം, ഞാൻ ആ 2 വർഷം എന്തൊക്കെ ചെയ്യണം, എൻ്റെ ഈ കോഴ്സ് ഇത്ര, ഞാൻ എവിടെ പ്രൊജക്റ്റ് ചെയ്യണം, ഞാൻ എവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണം, ആ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. അതുമാത്രമല്ല, എന്തൊക്കെ കൂടുതൽ കോഴ്സസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് എനിക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്താൽ എനിക്ക് ഏതൊക്കെ ജോലിയിലേക്ക് കയറാൻ പറ്റും എന്നുള്ള ഒരു റിസർച്ചും അതിൻ്റെ കൂട്ടത്തിൽ പാരലായിട്ട് നടത്തി വെക്കും. അതെ, എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങളുടെ പ്ലാനിൽ നിന്ന് നിങ്ങൾ മാറില്ല എന്ന്. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉറുമ്പ് കണക്കാണ്. 4 ഉറുമ്പ് ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ 5ാമത്തെ ഉറുമ്പ് അതിൽ കയറി അങ്ങോട്ട് തന്നെ പോകും. അതായത് പ്രഷർ ഭയങ്കരമാണ്. അതായത് ഒരു 5 പേര് വെയർ ഹൗസിലോ കെയർ റൂമിലോ പോണ ഒരു റൂമിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മളും ഓട്ടോമാറ്റിക്കലി രാവിലെ ജാക്കറ്റ് ഇടും, മച്ചാനെ. പിന്നെ ഒരു ട്രെയിൻ കണക്ക് പുറകെ. പിന്നെ അത് ഒരു എന്താ ലോങ് ടേമിലെ നമ്മുടെ വിഷനെ, ഇപ്പൊ വേറെ ജോലിക്ക് പോകേണ്ട നല്ല, നമ്മൾ ഒരിക്കലും അതിനൊന്നും മോശം പറയണല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പോയാൽ തന്നെ ഓക്കെ, എനിക്ക് ഇത്ര കാശ് വേണം, ഞാൻ ഈ ഒരു 6 മാസം കെയർ റൂമിൽ പോയേ പറ്റൂ, ഓക്കെ, അത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ആ 6 മാസം കഴിഞ്ഞു, നിങ്ങൾക്കിപ്പം ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 2 ലക്ഷം വേണം, 6 മാസം പോയി നിങ്ങൾ സേവ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ 6 ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. പിന്നെയും 1 മാസം കടയിൽ നിന്നേക്കാം, അന്ന് 1 മാസം കടയിൽ നിന്ന് ഒരു ഐഫോൺ എടുക്കാം, ഒരു കാർ എടുക്കാം. ഇപ്പം എൻ്റെ വൈഫിൻ്റെ കേസിൽ കറക്റ്റ് 11 മാസം കഴിഞ്ഞപ്പം
അവൾക്ക് മുമ്പിൽ വേറൊരു ജോലി കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഒരു ക്രൈറ്റീരിയ ഞങ്ങൾ മീറ്റ് ചെയ്തു. അതായത് ഞങ്ങളുടെ ഫീസ് അടയ്ക്കാന്നുള്ള ഇത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മതി, ഇനി നമുക്കത് പറ്റില്ല. അതായത് നമ്മൾ ഒരു ടൈം പീരീഡ് നമ്മൾ വെച്ചേക്കണം ഇവിടെ. ഇത്ര നാൾ ഞാൻ ഇവിടെ വർക്ക് ചെയ്യും, ഇത് കഴിഞ്ഞാൽ ജോലി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കും. ഒരു ജോലി ഇല്ലാതിരിക്കുമ്പോഴും നമ്മൾ ജോലി അന്വേഷിക്കണം, ഒരു ജോലി ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്യണത് വ്യത്യാസമാണ്. ഇപ്പം ഞാൻ പറയാം, ഞാൻ NHSC കയറണമെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്ത ആളല്ല. ഞാൻ വെയർ ഹൗസിൽ പണിയെടുത്ത് ഫുട്ബോൾ കളിക്കാൻ പോയി, എൻ്റെ കാലിന് ഇഞ്ചുറി പറ്റി എൻ്റെ വീട്ടിലിരുന്ന് പിന്നെ ഞാൻ വെയർ ഹൗസിൽ പോയപ്പം എനിക്ക് പ്രോഗ്രസ് ഇല്ല. അതായത് 1 മണിക്കൂറിൽ 60 പിക്ക് വേണം. അങ്ങനെ പിക്കില്ലാതെ 3 ദിവസം വാണിങ് കഴിഞ്ഞ് പിരിച്ചുവിട്ട ആളാണ്. ആദ്യത്തെ ഒരാഴ്ച ഞാൻ തമാശയായിട്ട് കണ്ടു, 2ാമത്തെ ആഴ്ച തമാശയായിട്ട് കണ്ടു, 3ാമത്തെ ആഴ്ച ആയപ്പോൾ എനിക്ക് സീരിയസ് ആയി കാശ് വേണം. അങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്ത് 1.5 മാസം കൊണ്ട് വിത്തൗട്ട് എനി മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതായത് കഴിഞ്ഞ 6 വർഷം കുവൈറ്റിൽ മെക്കാനിക്കൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത ഞാൻ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ 1 മാസത്തെ ജോലി അപ്ലൈ ചെയ്യും. അതായത് റിജക്ഷൻ റിജക്ഷൻ വരുമ്പോൾ ഇതെന്താണ്. പിന്നെ നമ്മുടെ സോഴ്സസ്, ഇപ്പം നമുക്കിപ്പോൾ സ്റ്റെഫിനെ വിളിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ വേറെ ഫ്രണ്ട്സ് ഇപ്പോൾ ജിതിനുണ്ടായിരുന്നു, അവരോട് ചോദിച്ചാൽ എടാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്നിട്ട് എല്ലാം നമ്മൾ കണക്ഷൻസ് ബിൽഡ് ചെയ്ത് നമ്മളെങ്ങനെ. പക്ഷെ 1.5 മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റ് എനിക്ക് ജോലി കിട്ടി. അപ്പോൾ നമ്മളെ ഇപ്പോൾ UK വരുന്നത് നമ്മൾ ശരിക്കും ഒരു ലോങ് ടേം ഗോളിൽ നമുക്കിവിടെ സെറ്റിൽ ആവണം, അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോങ് ടേം ഡ്രീമിലേക്ക് നമ്മൾ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാവണം. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള അഭി പറഞ്ഞ വളരെ നല്ലൊരു പോയിന്റ്. എൻ്റെ ലൈഫിൽ ഇല്ലാതിരുന്നൊരു കാര്യം അതായിരുന്നു. പക്ഷെ അത് ശരിക്കും ഇപ്പം തിരിഞ്ഞ് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ലൈഫ് ഞാൻ ഇപ്പം എത്തിപ്പെടേണ്ട ഒരു ലൈഫ് കുറച്ചുകൂടെ നാൾക്ക് മുന്നേ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചേനേമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം തികച്ചും ഇവിടെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മളൊരു പോഡ്കാസ്റ്റ് എന്നുള്ളൊരു നമ്മളൊരു ഗസ്റ്റുമായിട്ട് നമ്മൾ ഇരിക്കുമ്പം ഉണ്ടാകുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസ് ചെയ്ത് പോയിട്ടും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു എക്സ്പോഷറും കൂടെ നമ്മുടെ ഓഡിയൻസിലേക്ക് എത്താൻ സാധിക്കും. അപ്പം UK വരുന്നൊരു ഇതൊന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒന്ന് പറയാനാണെങ്കിൽ UK വരുന്നത് ഇപ്പം വെർത്താണോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ മീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവിടെ വന്ന് രക്ഷപ്പെടണമെന്ന് അതിയായ ആഗ്രഹമുള്ള, കൃത്യമായിട്ടുള്ള പ്ലാനുള്ള, ഡീവിയേറ്റ് ചെയ്ത് പോകാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വെർത്താണെന്ന് പറയാം. അല്ലാത്ത ആളുകൾ, അതായത് എങ്ങനെയെങ്കിലും UK വരണം, കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കണം എന്ന് പറയുന്ന ആൾക്ക് ചുമ്മാ ഒരു 4 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഒന്നും അവർക്ക് സംഭവിക്കാനില്ല. അല്ലെങ്കിൽ കെയർ വിസ എടുത്ത് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ പോകുന്നു. പക്ഷെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ പറഞ്ഞു, കെയർ വിസ എടുത്തവരെ പുച്ഛിക്കുമല്ല പരിഹസിക്കുമല്ല, ഞാനും കെയറായിരുന്നു പണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി ജോക്സ് സൈഡ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ചുകൂടെ പാഷനേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. പിന്നെ നമുക്കൊരു ലക്ക് ഫാക്ടറും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വഴിയൊക്കെ അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അറ്റ് ദ സെയിം സൈഡ് നമ്മളും കൂടെ എഫേർട്ട് ഇടാതെ ഒരിക്കലും ഇതൊന്നും നടക്കില്ല. അപ്പോൾ വെർത്താണെന്ന് ചോദിച്ചാൽ അതിനൊരു കോംപ്ലിക്കേറ്റഡ് ഉത്തരവാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ വെർത്താണെന്ന് പറയാനും പറ്റുന്നുണ്ട്, വെർത്തല്ലെന്നും പറയാൻ പറ്റുന്നുണ്ട്. അപ്പം അബിക്ക് എന്തെങ്കിലും ലാസ്റ്റ് ഒരു ടേക്ക് പറയാനുണ്ടോ? ഇപ്പം ഞാനിപ്പം ഈ റീസെൻ്റ്ലി ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യുകയാണ്. കാര്യം ഞാൻ ഈ റീസെൻ്റ്ലി ഒരാളെ പരിചയപ്പെട്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ബ്രോ കഴിഞ്ഞ 6 മാസമായിട്ട്, പുള്ളി ഒരു ബേക്കറിയിലെ വർക്ക് ചെയ്യുന്നത്, കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനൊരു ലീവ് പോലും എടുത്തിട്ടില്ല. ശരിക്കും നമുക്കൊരു സ്ഥലത്ത് പെയ്ഡ് ലീവ് അല്ലെങ്കിൽ സിക്ക് ലീവ് അല്ലെങ്കിൽ എന്താ പറയണ, നമുക്ക് ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പം ഇവിടെ നമുക്കൊരു പെയ്ഡ് ലീവ് കിട്ടുവാണെങ്കിൽ അത് എടുക്കുക തന്നെ ചെയ്യും. പുള്ളി പറയണത് ഞാനത് ചെയ്യണില്ല, നാട്ടിൽ പോകാൻ വേണ്ടി സേവ് ചെയ്യുവാണ്. അപ്പം എവിടെയാണ് ഇവർ ജോലിന് അപ്ലൈ ചെയ്യണം? അതായത് ഒരു ലീവ് പോലും എടുത്ത് പുള്ളിയുടെ പ്രൊഫഷനിലോട്ട് നോക്കാനുള്ള ഒരു മനസ്സ് പ്രിപ്പറേഷൻ പോലും ഇല്ല. കാശ്. ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യണത് ഇപ്പം 25 വയസ്സുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് വന്ന് ഫ്രഷറായിട്ട് ഇവിടെ വന്നവരാണ്. അവർക്കൊരു ദിവസം ഇത്രയും കാശ് കിട്ടി തുടങ്ങുമ്പം അവർക്കിടെ എല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്, കാശ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കഴിയുന്നത് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡ്രീംസിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പാഷനെ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ വെക്കുക അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. UK വരാനിരിക്കുന്ന ആളുകളെല്ലാം UK വന്നിട്ട് അവരുടെ ഡ്രീംസും പാഷനും ഒക്കെ ഫോളോ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അല്ലെ അവരാഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. UK ആ ആഗ്രഹമായിട്ട് വരുന്ന എല്ലാ ആളുകളെയും UK ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. UK വരാനിരിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിലോ അല്ല അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക്
കേൾക്കാത്ത എന്തെങ്കിലും തിരുത്തലുകളോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നമുക്ക് ഹെൽത്തി ആയിട്ടൊരു ചർച്ച നടത്താം. അപ്പം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും കടന്നു വരുന്നതായിരിക്കും. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് കടന്നു വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് പോഡ്കാസ്റ്റ് രീതിയിൽ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് മെറ്റീരിയലുള്ള കണ്ടൻസ് ഒന്നും മിസ്സായിരിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി ഒരു വീഡിയോ കാണാം. ഇനി ഒരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.